അമേരിക്ക ഇറാനിൽ വീണ്ടും ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഇതോടെ മേഖലയിൽ യുദ്ധം വീണ്ടും ശക്തമാകുമെന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. 3 ഗൾഫ് രാജ്യങ്ങളിലും ഉടനടി നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് വന്ന ഡ്രോണുകളുടെയും മിസൈലുകളും സജീവമായിട്ട് പ്രതിരോധിച്ചതായിട്ട് കുവൈറ്റ് സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ച അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് ഇറാൻ ബഹ്റിനും കുവൈറ്റിലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇപ്പോഴത്തെ പുതിയ സംഘർഷം ഉടലെടുത്തത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾ ദുർബലമായിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ അന്ത്യം കുറിക്കുന്നതാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബുധനാഴ്ച വൈകി പുതിയ US സൈനിക നടപടി ആരംഭിച്ചത്. ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, യുദ്ധം അതികഠിനമായിട്ട് പോവുകയാണ്. പശ്ചിമേഷ്യ വല്ലാതെ ഭീതിയിലാണ്, അവിടെ സമാധാനം അകലെയാണ്. ഇന്നത്തെ ദിവസം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക ഒരു ദിവസം കൂടിയാണ്. കാരണം ഈ 6 ദിവസത്തെ വിലാപ യാത്രകൾക്കൊടുവിൽ അവസാനം ഇന്നാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം നടത്തുന്നത്. എന്തായാലും അതിനിടയിലാണ് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായിട്ട് ഇരു രാജ്യങ്ങളും വരുന്നത്. ഒമാൻ തീരത്ത് നിരവധി ചരക്ക് കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിട്ടതിന് പിന്നാലെ ഇറാന്റെ വിവിധ സൈനിക കേന്ദ്രങ്ങളിലും തുറമുഖങ്ങളിലും US സൈന്യം ആക്രമണം നടത്തി ഒരു ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും യുദ്ധം രൂക്ഷമാകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ ശേഷിയെ കൂടുതൽ തരം താഴ്ത്താൻ ലക്ഷ്യമിട്ടാണ് പുതിയ ആക്രമണങ്ങൾ എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. അതായത് ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ ആക്രമണത്തോടെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ആഗോളതലത്തിൽ വ്യാപാരം നടത്തുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെ 1/5 കടന്നു പോയിരുന്നത് ഈ കടലിടുക്കിലൂടെ ആയിരുന്നു. ഇറാന്റെ ആണവ നിലയ സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ബുഷഹാർ, തെക്കൻ തുറമുഖ നഗരങ്ങളായിട്ടുള്ള ചമ്പഹാർ, കെനാരക്ക്, ബന്ദർ അബ്ബാസ്, സിരിക്ക് എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ട് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. തുർക്കിയിലെ അങ്കറിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ നിന്ന് മടങ്ങിയ ശേഷം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇറാനിലെ സ്ഫോടനങ്ങളുടേത് എന്ന് അവകാശപ്പെടുന്ന നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മറ്റൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇന്നലെ ഇറാൻ കപ്പലുകൾക്ക് നേരെ നടത്തിയ ബോംബ് ആക്രമണത്തിനുള്ള പ്രതികാരമാണിത്. ഇത് വീണ്ടും ആവർത്തിച്ചാൽ സ്ഥിതി ഇതിലും മോശമാകുമെന്നാണ് ട്രംപ് കുറിച്ചത്. എന്നാൽ നിലവിലെ പരസ്പരമുള്ള പോരാട്ടങ്ങൾ ഒരു ദീർഘകാല സൈനിക നടപടിയിലേക്ക് നയിക്കില്ല എന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്ത് സംഭവിച്ചാലും അത് വളരെ വേഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം US സൈന്യം ഈ ദൗത്യം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചേക്കാമെന്നും സൂചിപ്പിച്ചു. ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റുകളും ഉൾപ്പെടെയുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യമിടുമെന്നും ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രമായിട്ടുള്ള ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കുമെന്നുമുള്ള മുൻ ഭീഷണികൾ വീണ്ടും ട്രംപ് ആവർത്തിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച 3 ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം നടത്തുകയും പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇറാനിയൻ സേന തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രകാരം കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. ഈ യുദ്ധം ശാശ്വതമായിട്ട് അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകളിലെ പ്രധാന പ്രതിനിധിയും പാർലമെന്റ് സ്പീക്കറുമായിട്ടുള്ള മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എക്സിൽ കുറിച്ചു. അതായത് ഭീഷണിപ്പെടുത്തലിന്റെയും പിടിച്ചുപറയുടെയും കാലം കഴിഞ്ഞു, അത് ഒരിടത്തും എത്തില്ല, ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം എത്ര കഠിനമായാലും എത്ര രീതിയിൽ മുന്നോട്ട് പോയാലും അതിനെ നേരിടും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോരാട്ടം താൽക്കാലികമായിട്ട് നിർത്താനുള്ള ഇടക്കാല കരാർ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം വീണ്ടും ആരംഭിച്ചേക്കാമെന്ന ആശങ്ക ട്രംപ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ചർച്ചകൾ തുടരാമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ട്രംപിന്റെ ഈ ഒരു പരാമർശങ്ങൾക്ക് പിന്നാലെ എണ്ണവില ഉയരുകയും വെടിനിർത്തലിലെ അനിശ്ചിതത്വം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തലിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞുവെന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ ചർച്ചകളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തത്, അവർക്ക് സംസാരിക്കാം, പക്ഷെ അവർ സമയം കളയുകയാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ചർച്ചകളിലെ പ്രധാന ഒരു പ്രതിനിധിയായിട്ടുള്ള ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കസേം ഗരാബാബാദി എക്സിലൂടെ ട്രംപിന് മറുപടി നൽകി. ട്രംപിന്റെ പരാമർശങ്ങൾ ശക്തിയുടെ ലക്ഷണങ്ങളല്ല, മറിച്ച് ഇറാനോടുള്ള US നയത്തിന്റെ പരാജയം സമ്മതിക്കലാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കടന്നു പോകുന്ന ഈ ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് കഴിഞ്ഞ മാസം ഉൾപ്പെടെ യുദ്ധത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും കടലിൽ
കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ഉണ്ടായ ആക്രമണങ്ങൾ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭിന്നതകളിലേക്കാണ് വീണ്ടും വിരൽ ചൂണ്ടുന്നത്. ആഗോള ഇന്ധന കയറ്റുമതിയുടെ നിർണായക പാത പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രധാന സമ്മർദ്ദ കേന്ദ്രവുമായിട്ടുള്ള ഈ ഒരു ജലപാതയുടെ മേൽ ശാശ്വതമായിട്ടുള്ള നിയന്ത്രണം വേണമെന്ന് ഈ ഒരു ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപരോധങ്ങൾ നീക്കാനും സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാനും ഒരു സ്ഥിരമായിട്ടുള്ള സമാധാന കരാർ വേണമെന്നാണ് ഈ ഗൾഫ് മേഖല ആവശ്യപ്പെടുന്നത്. എന്തായാലും ഫെബ്രുവരി 28-ന് യുദ്ധത്തിന്റെ പ്രാരംഭ നിമിഷങ്ങളിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ ദിവസങ്ങൾ നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷം അന്തിമ കരാറിനായുള്ള ചർച്ചകൾ ആരംഭിക്കാനിരിക്കുകയാണ്. വ്യാഴാഴ്ച അവസാനിക്കുന്ന വിലാപയാത്രയുടെ ഈ ഒരു കാലയളവിൽ പിരിമുറുക്കങ്ങൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കടലിടുക്ക് പൂർണ്ണമായിട്ട് തുറക്കുന്നതും ടെഹ്റാന്റെ വിവിധ ആണവ പരിപാടി പിൻവലിക്കുന്നതും ഉൾപ്പെടെയുള്ള ഏറ്റവും കഠിനമായിട്ടുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും അമേരിക്കൻ സേന ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, ഇറാന്റെ പാരാമിലിറ്ററി റെവല്യൂഷണറി ഗാർഡ് ഉപയോഗിക്കുന്ന 60-ലധികം ചെറിയ ബോട്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ട് ചൊവ്വാഴ്ച US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു. ഈ കടലിടുക്കിലെ കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുന്നതിൽ ഈ ബോട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കൂടാതെ യുദ്ധസമയത്ത് ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷി അതിന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ബുധനാഴ്ച രാവിലെ US നാവികസേനയുടെ 5ാം കപ്പൽ പടയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന ബഹറിലും US ആർമി സേനയ്ക്കും വഹിക്കുന്ന കുവൈറ്റിലും മിസൈൽ മുന്നറിയിപ്പുകൾ മുഴങ്ങിയിരുന്നു. ഇരു രാജ്യങ്ങളിലും US സൈനിക താവളങ്ങൾ തങ്ങൾ ലക്ഷ്യമിട്ടതായിട്ട് IRGC പറഞ്ഞിരുന്നു. ഇറാൻ തൊടുത്തുവിട്ട 2 ബാലിസ്റ്റിക് മിസൈലുകളും 13 ഡ്രോണുകളും തങ്ങൾ തകർത്തതായിട്ട് കുവൈറ്റ് വ്യക്തമാക്കി. എന്തായാലും സ്ഫോടനാവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് നിരവധി വൈദ്യുതി ലൈനുകൾ തകരാറിലായതായിട്ട് കുവൈറ്റ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പുതിയ US ആക്രമണങ്ങളും ഇറാന്റെ തിരിച്ചടിയും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആസൂത്രിത ചർച്ചകളെക്കുറിച്ചും ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും വെടിനിർത്തൽ കരാറിനെ വീണ്ടും ഒരു പ്രതിസന്ധിയിലാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് യുദ്ധം പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള സമാധാന ചർച്ചകൾക്കും ഇനി ഇറാൻ ഇല്ല എന്ന് പറയുന്നു. യുദ്ധം മുന്നോട്ട് പോകട്ടെ എന്ന് ട്രംപ് പറയുന്നു. ഇവിടെ ഗൾഫ് മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇന്ത്യ അടങ്ങുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഗൾഫ് മേഖലയിൽ ജോലി സംബന്ധിച്ചും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളായാലും എന്തായാലും അവർക്കൊക്കെ കനത്ത ഭീഷണി കൂടിയാണ്. കാരണം ഈ ഒരു യുദ്ധം നടക്കുന്നത് മൂലം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കർശനമായിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ നിയന്ത്രണം അവിടുത്തെ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം യുദ്ധം എത്രത്തോളമാണ് എന്നുള്ളത്. മാത്രമല്ല അവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഭീതിയിലാകുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. അത്തരം വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ഒരു യുദ്ധം പിടിച്ചു നിർത്താൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും പാകിസ്ഥാനും ഇതിലെന്തായിരിക്കും അടുത്ത നിലപാട് സ്വീകരിക്കുക എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ യൂറോപ്യൻ യൂണിയനൊക്കെ ഈ ഒരു യുദ്ധം നിർത്താനാണ് പറയുന്നത്, ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഒരു യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ലോകം പോകുമെന്നതിൽ സംശയമില്ല. അപ്പൊ അത്തരം രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക എന്നത് അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു യുദ്ധം നിർത്താൻ ഇവരും ആവശ്യപ്പെടുന്നത്. എങ്കിലും അമേരിക്കയുടെ ചില തന്ത്രങ്ങൾ അനുസരിച്ച് ഇറാൻ വീണ്ടും തിരിച്ചടിക്കുന്ന രീതിയിൽ തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകും. ഇസ്രയേലിനും അത് ബാധിക്കുമെന്നതിൽ സംശയമില്ല.